ഉറ്റുനോക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളുടെയും ഉറക്കം കെടുത്തി ബിജെപിയുടെ കറുത്ത കുതിരകൾ പടയോട്ടം തുടങ്ങിക്കഴിഞ്ഞു. വികസനമില്ലായ്മയും അഴിമതിയും മുഖമുദ്രയാക്കിയ LDFനും UDFനും വോട്ടർമാർ കനത്ത പ്രഹരം നൽകുമെന്ന സൂചനകളാണ് 4 നിർണായക മണ്ഡലങ്ങളിൽ നിന്ന് പുറത്തുവരുന്നത്. പരമ്പരാഗത വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ വിശ്വസിച്ച് അഹങ്കരിക്കുന്ന ഇടതു വലത് മുന്നണികൾക്ക് ഇക്കുറി എന്തായാലും അടിതെറ്റും. ബിജെപിയുടെ അതിശക്തരായ 4 സ്ഥാനാർത്ഥികൾ അപ്രതീക്ഷിത മുന്നേറ്റത്തിലൂടെ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ ഒരുങ്ങുകയാണ്. നെടുമങ്ങാട്, തിരുവനന്തപുരം സെൻട്രൽ, മണലൂർ, ഹരിപ്പാട് എന്നീ മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികൾ രാഷ്ട്രീയ കേരളത്തിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചു കഴിഞ്ഞു. നെടുമങ്ങാട് മണ്ഡലത്തിൽ യുവ BJP നേതാവ് യുവരാജ് ഗോകുൽ എതിരാളികളെ വിറപ്പിക്കുകയാണ്. SFI നേതാവ് അഭിമന്യുവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ SDPIയുടെ വോട്ടിനായി കടിപിടികൂട്ടുന്ന CPIയുടെ GR അനിലിന്റെ ഇരട്ടത്താപ്പാണ് യുവരാജ് തുറന്നു കാട്ടുന്നത്. വർഗീയ ശക്തികളുമായുള്ള LDF സഖ്യത്തെ ചാനൽ ചർച്ചകളിലെ അതേ മൂർച്ചയോടെ ജനമധ്യത്തിൽ തുറന്നു കാണിക്കുന്ന യുവരാജ് 2016 VV രാജേഷ് സൃഷ്ടിച്ചതിന് സമാനമായ വലിയൊരു കാവ്യതരംഗമാണ് മണ്ഡലത്തിൽ ഉണ്ടാക്കുന്നത്. തിരുവനന്തപുരം സെൻട്രലിൽ NDA സ്ഥാനാർത്ഥി കരമന ജയൻ കരുത്തുറ്റ പോരാട്ടത്തിലാണ്. കുന്നംകുളത്ത് നിന്ന് ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യമിട്ടെത്തിയ CP ജോണിന് തിരുവനന്തപുരത്തിന്റെ സ്പന്ദനം അറിയില്ല. എന്നാൽ തിരുവനന്തപുരത്തുകാരനായ കരമന ജയന് മണ്ഡലത്തിലെ ഓരോ വീടും പരിചിതമാണ്. 2021 BJP മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇവിടെ LDF സ്ഥാനാർത്ഥി സുധീർ കരമന ചിത്രത്തിലില്ലാത്ത അവസ്ഥയാണ്. ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന കരമന ജയൻ ഇക്കുറി നിയമസഭയിലെത്തുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറച്ചു പറയുന്നുണ്ട്. ദശകങ്ങളായി രമേശ് ചെന്നിത്തലയുടെ കുടുംബസ്വത്ത് പോലെ കൊണ്ടു നടക്കുന്ന ഹരിപ്പാട് മണ്ഡലത്തിൽ മാറ്റത്തിന്റെ കാഹളം മുഴങ്ങി സന്ദീപ് വാചസ്പതി എത്തിക്കഴിഞ്ഞു. ആരെയും കൂസാത്ത സന്ദീപിന്റെ വാക്ചാതുരിക്ക് മുന്നിൽ ചെന്നിത്തല അക്ഷരാർത്ഥത്തിൽ പതറുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും BJP വോട്ടുകൾ ക്രമാനുഗതമായി വർദ്ധിപ്പിക്കുന്ന ഹരിപ്പാട് ഇക്കുറി സന്ദീപിലൂടെ കാവ്യ പുതയ്ക്കുമെന്ന് ഉറപ്പ്. ഉരുളയ്ക്കുപ്പേരെ പോലെ മറുപടി നൽകുന്ന സന്ദീപിന്റെ ശൈലി വോട്ടർമാർക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് നേടുന്നത്. തൃശൂരിലെ മണലൂർ മണ്ഡലം ഇതുവരെ തോൽവി അറിയാത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥി TN പ്രതാപൻ ജയിക്കുമെന്ന പ്രീപോൾ സർവേകളെ കഴിഞ്ഞ 4-5 ദിവസത്തെ സംഭവ വികാസങ്ങൾ കീഴ്മേൽ മറിച്ചിരിക്കുകയാണ്. പുതിയ സർവേകളിൽ മണലൂരിൽ ആര് ജയിക്കുമെന്ന് പറയാൻ കഴിയില്ലെന്ന പ്രവചനമാണ് പുറത്തുവരുന്നത്. BJPക്കെതിരെ വ്യാജ കിറ്റ് വിവാദം ഉയർത്തിയതിന്റെ പേരിൽ ജയിലിലായ TN പ്രതാപന്റെ മാനം പോയിരിക്കുന്ന അവസ്ഥയാണ്. ഇവിടെ കടുത്ത വെല്ലുവിളിയായി ഉയർന്നു വന്നിരിക്കുന്നത് BJPയുടെ അഡ്വക്കേറ്റ് KK അനീഷ് കുമാറും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വൻ വിജയം നേടിക്കൊടുത്തപ്പോൾ BJPയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റായിരുന്നു അനീഷ് കുമാർ. അതിനാൽ മണലൂരിലെ വോട്ടർമാരുമായും ഹൃദയബന്ധം അനീഷ് കുമാറിനുണ്ട് എന്ന് മാത്രമല്ല, ഒരു കാലത്ത് ഇടതു കോട്ടയായ മണലൂർ കാവിയിലേക്ക് ചായുന്ന മണ്ഡലം കൂടിയാണ് എന്നത് അനീഷ് കുമാറിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രതാപനെ പോലെ ഒരു നേതാവിന്റെ ആരോപണം പൊളിച്ചു കൊടുത്തതിന് പിന്നിൽ അനീഷ് കുമാറിന്റെ വലിയ ഇടപെടലുമുണ്ട്. നല്ലൊരു യുവനിര തന്നെയുണ്ട് അനീഷ് കുമാറിന് വേണ്ടി ഈ മണ്ഡലത്തിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ. കേരള രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളായി LDFും UDFും ചേർന്ന് നടത്തിവരുന്ന അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഇക്കുറി ജനങ്ങൾ ചവറ്റുകുട്ടിയിലേക്ക് എറിയുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. TN പ്രതാപനെ പോലെ വ്യാജ പ്രചരണങ്ങൾ നടത്തി ജനങ്ങളെ വഞ്ചിക്കുന്നവർക്കും രമേശ് ചെന്നിത്തലയെ പോലെ കുടുംബസ്വത്തായി മണ്ഡലത്തെ കാണുന്നവർക്കും സന്ദീപും അഡ്വക്കേറ്റ് അനീഷ് കുമാറും നൽകുന്ന മറുപടി കടുപ്പമുള്ളതായിരിക്കും. നെടുമങ്ങാടും തിരുവനന്തപുരം സെൻട്രലിലും യുവരാജ് ഗോകുലും കരമന ജയനും ഉയർത്തുന്ന വെല്ലുവിളി ഭക്തരെയും വിശ്വാസികളെയും അവഹേളിക്കുന്ന കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ളവർക്കും തീവ്രവാദ പ്രീണനം നടത്തുന്ന ഇടത് ഭരണകൂടത്തിനുമുള്ള ശക്തമായ താക്കീതാണ്. തൃശൂരിൽ സുരേഷ് ഗോപി തുടങ്ങിവെച്ച ആ കാവ്യ വിപ്ലവം ഇപ്പോൾ നെടുമങ്ങാടും ഹരിപ്പാടും മണലൂരും ആഞ്ഞടിക്കുകയാണ്. വികസനത്തിന്റെ കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ നൽകുന്ന ഉറപ്പുകൾ ജനങ്ങൾ ഹൃദയത്തിലേറ്റിക്കഴിഞ്ഞു. ഇനിയുള്ള പോരാട്ടം വികസനവും ദേശീയതയും മുറുകെ പിടിക്കുന്ന BJPയും അഴിമതിയും വർഗീയ പ്രീണനവും നടത്തുന്ന ഇരു മുന്നണികളും തമ്മിലാണ്. കേരളത്തിന്റെ മണ്ണിൽ മാറ്റത്തിന്റെ താമര വിരിയുമെന്നും ഈ കറുത്ത കുതിരകൾ നിയമസഭയുടെ പടവുകൾ കയറുമെന്നും ഉറപ്പിച്ചു പറയാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കാവ്യതരംഗത്തിൽ ഇരു മുന്നണികളും ഇക്കുറി കടപുഴകുക തന്നെ ചെയ്യും.